ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളെ പിണങ്ങിപ്പോയ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമുകയോ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് തിരികെ കൊണ്ടുവരാം എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതിനായി 3 പവർഫുള്ളായ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കും കൂടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 3 ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് 100% ഉറപ്പായിട്ടും നിങ്ങളെ കാമുകൻ അല്ലെങ്കിൽ കാമുകിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ടെക്നിക്കിൻ്റെ പേര് എന്ന് വെച്ചാൽ റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാം തന്നെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്റ്റോറീസ്, അതായത് പാസ്റ്റിലുള്ള സ്റ്റോറീസ് എഴുതിയിട്ട് അത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റിംഗ്. എന്നാൽ റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം എഴുതുന്നത് അതായത് നമ്മളെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളെ പിണങ്ങിപ്പോയ വ്യക്തി നിങ്ങൾക്ക് എഴുതുന്ന ലെറ്ററായിട്ട് നിങ്ങൾ സങ്കല്പിച്ച ഒരു ലെറ്റർ എഴുതണം. ഉദാഹരണത്തിന് നിങ്ങളെ കാമുകൻ അല്ലെങ്കിൽ കാമുകി പിണങ്ങിപ്പോയി, അദ്ദേഹം നിങ്ങൾക്ക് ലെറ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷമാപണം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ വേദനകളുണ്ടാവും, അദ്ദേഹത്തിന് തിരികെ വരണം എന്നുള്ള ആഗ്രഹവും എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു A4 ഷീറ്റിൽ നിങ്ങളത് സ്റ്റോർ ചെയ്യുക. അതിന് ഇങ്ങനെ ഈ കാര്യങ്ങൾ, അതായത് പ്രിയപ്പെട്ട എന്ന വ്യക്തിക്ക്, അതായത് നിങ്ങളെ പേരാ വരിക, ആ വ്യക്തിക്ക് എനിക്ക് അറിയാതെ പറ്റിയതാണ് ഇന്ന മിസ്റ്റേക്സ്, അതോടൊപ്പം തന്നെ ഞാൻ ക്ഷമയോദിക്കുന്നു, ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ വിട്ടുപോയ, അതായത് വേർപെട്ടുപോയ വ്യക്തി എഴുതുന്ന പോലെ നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങളൊരു എൻവലപ്പിൽ, അതായത് നമ്മൾ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന കവറിൽ ഈ കാര്യം ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ അഡ്രസ്സ് എഴുതിയതിന് ശേഷം നിങ്ങൾ കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസിലെ ബോക്സിലോ നിങ്ങൾ അത് ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ ഈ സ്റ്റാമ്പോ കാര്യങ്ങളോ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ആ ഒരു ലെറ്റർ നമുക്ക് പോസ്റ്റലായിട്ട് വന്നതിന് ശേഷം നിങ്ങളത് ലെറ്റർ പൊട്ടിക്കുകയും അത് വായിച്ച് നോക്കുകയും ചെയ്യുന്ന സമയത്ത് ഫീലിങ്ങോടെ വായിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡും കൂടിയിട്ടാണ്. ഇതിനെ NLPയിൽ പറയുന്ന ടെക്നിക്കാണ്, അല്ലെങ്കിൽ ലെറ്റർ ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. രണ്ടാമതായിട്ടുള്ള ടെക്നിക്കാണ് ടെലിപ്പതിക് മെസ്സേജ് അല്ലെങ്കിൽ ടെലിപ്പതി എന്ന് പറയുന്ന കാര്യം. ഞാൻ ടെലിപ്പതിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെലിപ്പതിക് മെസ്സേജ് പാസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില വ്യക്തികൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ കോളോ മെസ്സേജസോ നമുക്ക് ലഭിക്കാറില്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാം തന്നെ വൈബ്രേഷനാണ്. എവറിത്തിങ് ഈസ് വൈബ്രേഷൻ എന്ന് നിക്കോളസ് ടെസ്ല പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഓരോരോ അണുക്കളും അതോടൊപ്പം തന്നെ ഓരോരോ ആറ്റങ്ങളും എല്ലാം തന്നെ അതിൽ ഇലക്ട്രോൺസ് എല്ലാം തന്നെ വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മളിലെ ചിന്തകളും ഒരു വൈബ്രേഷനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ആ ചിന്തകൾ, ആ വ്യക്തിയുമായിട്ടുള്ള ചിന്തകളുടെ വൈബ്രേഷനുമായിട്ട് എപ്പോഴാണോ മാച്ച് ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ആ ഒരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ് ടെലിപ്പതി എന്ന് പറയുന്ന ഈ രീതിയിലേക്ക്, അല്ലെങ്കിൽ ടെലിപ്പതി എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ തോട്ട്സ് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള തോട്ട്സ് നിരന്തരം ചിന്തിച്ചിട്ട് ആ ഫ്രീക്വൻസിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ പ്രണയമോ സൗഹൃദമുള്ള സമയത്ത് നിങ്ങളൊരു പോസിറ്റീവ്നെസ്സിലുള്ള ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ ഈ നിമിഷം ഇരിക്കുകയാണെങ്കിൽ ആ ഒരു വൈബ്രേഷനായിട്ട് മാച്ചാവും എന്നുള്ള കാര്യമാണ് ഈ ഒരു ടെലിപ്പതിക് മെസ്സേജ് അല്ലെങ്കിൽ ടെലിപ്പതിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെഡിറ്റേഷൻസും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ തോട്ട്സിൻ്റെ അളവ് കുറയ്ക്കുകയും നമ്മളെ തോട്ട്സിൻ്റെ വൈബ്രേഷൻ കൂട്ടുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മളെ തോട്ട്സ് കൂടുന്നതനുസരിച്ച് നമ്മളെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ തോട്ട്സിൻ്റെ വൈബ്രേഷൻ കുറയുന്നതായിട്ട് ഇന്നത്തെ ശാസ്ത്രം പറയുന്നുണ്ട്. എന്നാൽ നമ്മളിലെ തോട്ട്സ് കുറയുകയും അതോടൊപ്പം തന്നെ ഉള്ള തോട്ട്സിന് ആ ഒരു ഹയർ വൈബ്രേഷനിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ടെലിപ്പതി മെസ്സേജ് അല്ലെങ്കിൽ ടെലിപ്പതി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് മുൻപായി മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. മൂന്നാമതായും എന്നാൽ ഏറ്റവും എഫക്റ്റീവായും ഏറ്റവും പവർഫുള്ളായ ടെക്നിക്കാണ് പില്ലോ ടെക്നിക്ക് എന്ന് പറയുന്നത്. പില്ലോ ടെക്നിക്കിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിന് ആവശ്യമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ പിണങ്ങിപ്പോയ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകൻ കാമുകിയുടെ ഫോട്ടോ നിങ്ങളെ കയ്യിൽ വേണം. ഒന്നെങ്കിൽ നിങ്ങൾ ഇരുവരും ഉള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലത്,
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ഇൻ കേസ് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ അതൊന്ന് ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കൊണ്ട് കിടക്കുക. അതായത് നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് കിടക്കുക. ഏറ്റവും നല്ല എഫക്റ്റീവായ മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ആ ഒരു ഫോട്ടോയിൽ നോക്കി നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഉറക്കം വരുന്ന സമയത്ത് നിങ്ങൾ ആ ഫോട്ടോ പില്ലോ കവറിൻ്റെ അകത്തേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായ രീതിയിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഡിവിനിറ്റിയുടെ പവർ അനുസരിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 11-ാം തീയതിയോ 12-ാം തീയതിയോ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ മാജിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം 21 ദിവസമുള്ള ഒരു പ്രോഗ്രാമാണ്. വളരെ എഫക്റ്റീവായ പല ടെക്നിക്കുകളും നമ്മൾ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 3 ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ സക്സസ് സ്റ്റോറീസ്, അതായത് നിങ്ങൾ ഈ 3 ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ സക്സസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്കോ നിങ്ങളെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവായ മെത്തേഡാണ്. അതുകൊണ്ട് 100% വിജയം ഉറപ്പാണെന്നുള്ള വിശ്വാസത്തോടെ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന വാട്സ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും നല്ല ബന്ധങ്ങളും സമ്പത്തും ആയുരാരോഗ്യ സൗകര്യവും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.